നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിളിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ. ഇത് ലോങ് ആവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. നിങ്ങൾ വിലയേറിയ സമയങ്ങൾ വേസ്റ്റാക്കുന്നില്ല. ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഈ വ്യൂസ് കുറഞ്ഞു വരുന്നത് എന്താണ്? ഞാൻ എത്ര നല്ല കണ്ടൻറ്റ് ചെയ്തിട്ടും എനിക്ക് യൂട്യൂബിൽ തീരെ വ്യൂസില്ല. ഞാൻ പലരും പറഞ്ഞതുപോലൊക്കെ ചെയ്തു നോക്കി എന്നൊക്കെ. അപ്പോൾ യൂട്യൂബിൽ ഒരു കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് ഉണ്ടാവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന് സഹായകരമായ ഒരുപാട് മെത്തേഡുകൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ വ്യൂസ് കൂടി വരുത്തുള്ളൂ. പിന്നെ തംബ്നെയിലിൻ്റെ ആകർഷണത മൂലവും ആൾ കൂടാറുണ്ട്. പക്ഷേ തംബ്നെയിലിൻ്റെ ആകർഷണം മൂലം മാത്രമല്ല ഇത് കൂടാനുള്ള സാധ്യത എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആദ്യം നമ്മൾ പറയുന്ന കണ്ടൻറ്റ് എത്രമാത്രം ആളുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. രണ്ടാമത്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അത് ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണ്, അത് എന്തിനെക്കുറിച്ചുള്ളതാണ്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പറയുന്നത് എന്നൊരു കൃത്യമായ ബോധ്യം പറയുന്ന ആൾക്ക് വേണം. കണ്ടൻറ്റ് സൃഷ്ടിക്കുന്ന ആൾക്ക് വേണം. അയാൾക്ക് കമ്പ്യൂട്ടറും മറ്റുള്ള കാര്യങ്ങളൊന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്പായിട്ട് ആയിത്തീരാനുള്ള ഒരു കണ്ടൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട വീഡിയോ ആണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഉത്തമമായ ബോധ്യം. അതായത് നിങ്ങൾ ഫുഡ്സിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അത് ഫുഡ്സിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്ന് യൂട്യൂബിൻ്റെ അതേ വീഡിയോയിൽ നിങ്ങൾ യൂട്യൂബിനോട് നിർദ്ദേശിക്കേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെ എന്നുള്ളത് ചിലർ ശ്രദ്ധിക്കാറില്ല. യൂട്യൂബിനോട് നമ്മൾ നിർദ്ദേശിക്കേണ്ടതാണ് നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട വീഡിയോ ആണ് ചെയ്യുന്നത് എങ്കിലും. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ ആ ആപ്പിലുണ്ടാവും എന്നർത്ഥം. അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് സെർച്ച് എഞ്ചിനാണ്. അതായത് യൂട്യൂബ് നമ്മൾ എന്ത് ചെയ്യുന്നതും ഒരു വലിയ കമ്പ്യൂട്ടറാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന് അല്പസമയങ്ങൾ എടുക്കേണ്ടി വരും. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോക്ക് പെട്ടെന്ന് വ്യൂസ് കുറയുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ ഒരുപക്ഷെ അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇത് വലിയൊരു തെറ്റാണ്. അത് വ്യൂസ് കുറയാനുള്ള കാരണമാകും. കാരണം ഈ സെർച്ച് എഞ്ചിന് ഈ വീഡിയോ ആളുകൾക്ക് എത്തിക്കാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. അല്പം ക്ഷമ നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ കണ്ടൻറ്റിന് എത്ര ആളെ കിട്ടി, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ സ്ഥിതി എന്ന് എപ്പോഴെപ്പോഴും സെർച്ച് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീഡിയോ നമ്മൾ മാത്രമായിട്ട് കാണാൻ പാടില്ല. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്, എങ്കിലും ഒന്നുകൂടി പറയുകയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്ന മാറ്റർ അതേ കണ്ടൻറ്റിനോട് അനുബന്ധിച്ചിട്ടുള്ളതായിരിക്കണം. അതല്ലാതെ വായി തോന്നിയത് മുഴുവൻ അവിടെ എഴുതിയുണ്ടാക്കുക, എന്നിട്ട് വിഷയം പറയുന്നത് മറ്റൊന്നും ഇവിടെ എഴുതിയിരിക്കുന്നത് മറ്റൊന്നും, അങ്ങനെ വരാൻ പാടില്ല. അതുപോലെ തന്നെ അത് തംബ്നെയിലും അങ്ങനെ തന്നെ വരാൻ പാടുള്ളൂ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് വരാൻ പാടുള്ളൂ. ചില വീഡിയോസിൽ കാണാം, ഡോക്ടേഴ്സ് കാണിച്ചിരിക്കുന്നത് പെട്ടെന്ന് ഷുഗർ മാറുന്നു ഈ മരുന്ന് തിന്നാൽ. എന്നിട്ടോ അങ്ങനെ ഒരു മരുന്നിനെ പറ്റിയ ഫുൾ വീഡിയോ കണ്ടാലും അതിൽ നിർദ്ദേശിക്കുന്നതായിട്ട് കാണുന്നില്ല. അത് ഏറ്റവും വലിയൊരു സൂത്രമാണ് അവരുടെ. പക്ഷേ അത് സെർച്ച് എഞ്ചിന് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ട് അതിന് ഒറിജിനൽ ലൈക്ക് ചെയ്യുന്ന ആളുകളെ മാത്രമേ അതിൽ സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, റീയൂസ്ഡ് കണ്ടൻറ്റ് വരാൻ പാടില്ല. അതുപോലെ തന്നെ ഈ കോപ്പിറൈറ്റും വരാൻ പാടില്ല. അതിനൊക്കെ പറ്റിയിട്ട് ഒറ്റ വീഡിയോയിൽ പറയാൻ സാധ്യമല്ല. എന്തായാലും ഞാൻ പറയുന്നത്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ദ ബെസ്റ്റ് സെർച്ച് എഞ്ചിനാണ് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പിന്നെ മറ്റുള്ള ആപ്പുകളുമായിട്ട് ലിങ്ക് ആണ് താനും. അപ്പോൾ അവിടെ എംബഡിങ് എന്ന് പറയുന്ന ഒരു സംഭവം വരും. ആ എംബഡിങ് സംഭവിക്കാൻ പാടില്ല. അതായത് നിങ്ങളുടെ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പേ നിങ്ങൾ ആ എംബഡിങ് പിന്നെ ഓഫ് ചെയ്തിടേണ്ടതാണ്. അത് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അതിന് നമ്മൾ ഷെഡ്യൂൾ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും, ഒരു ടൈമിംഗ് കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. കൃത്യമായ ടൈമിംഗ് തന്നെ എപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് ആവശ്യമാണ്. അപ്പോൾ ആ കൃത്യമായ ടൈമിലായിരിക്കണം നമ്മൾ എപ്പോഴും ഒരു കണ്ടൻറ്റ് ചെയ്യേണ്ടത്. അതായത് ഞാൻ 10 മണിക്കാണ് ഒരു കണ്ടൻറ്റ് പിന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ജനങ്ങളിൽ എത്തിക്കാനുള്ള ടൈമിംഗ് എടുക്കുന്നത്. ഇന്ന് രാത്രി ചെയ്തിട്ട് നാളെ 10 മണിക്കാണ് കിട്ടേണ്ടതെങ്കിൽ ആ ടൈം അടിക്കുക. തുടർന്നുള്ള വീഡിയോകളും അതേ ടൈമിൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്ഥിരമായ കുറച്ച് വ്യൂസിന് കിട്ടാൻ സാധ്യത ഏറുന്നു. പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ തംബ്നെയിലിൻ്റെ വൃത്തി. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാരിക്കോരി പല വിഷയങ്ങളും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഇഷ്ടമുള്ളൊരു മറ്റേ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം, സ്ഥിരമായി ആ സബ്ജക്റ്റ് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് 2-3 സബ്ജക്റ്റ് ചെയ്യാം, പക്ഷേ അത് ജനങ്ങൾക്കൊരു വൃത്തിയുള്ള കാര്യങ്ങളായിരിക്കണം. പിന്നീട് വരുന്നൊരു കാര്യമാണ് നമ്മൾ കിടാങ്ങൾക്കാണോ അത് മുതിർന്ന ആളുകൾക്കാണോ കണ്ടൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊരു ഓപ്ഷൻ. അതിൽ നമ്മൾ മുതിർന്നവർക്കുള്ള കണ്ടൻറ്റ് കിടാങ്ങൾക്ക് വരാൻ പാടില്ല. അതായത് 13 വയസ്സിന് താഴെയുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് കൊണ്ട് വല്ല ഗുണവുമുണ്ടോ? അതായത് അത് പിന്നെ ചിൽഡ്രൻസിനുള്ളതാണോ വലിയ ആളുകൾക്കുള്ളതാണോ എന്നൊരു ചോദ്യം യൂട്യൂബ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഏത് വീഡിയോ നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിൽ 18 വയസ്സിന് മീതെ നമുക്ക് കണക്കാക്കാം. അല്ല, ഞാൻ ഇത് കിടാങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ല എന്നൊരു ഓപ്ഷൻ അവൻ്റെ അടുത്തുണ്ടായിരിക്കും. അത് ഏത് ഓപ്ഷനാണ് നമ്മൾ വീഡിയോ ഇരിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വിഷയം ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഏത് കാറ്റഗറി പറഞ്ഞതല്ലത്, കാറ്റഗറി സെലക്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടാമതൊരു കാര്യമാണ് എംബഡിങ്. ആ എംബഡിങ്ങിൽ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന യൂട്യൂബ്, പിന്നെ ഉദാഹരണത്തിന് നമ്മളെ വാട്സാപ്പ്, അതുപോലെ ഫേസ്ബുക്ക്, അതുപോലെ പിന്നെ ഇൻസ്റ്റഗ്രാം, ഇത്തരം ആ സോഷ്യൽ മീഡിയകളോടൊക്കെ ലിങ്ക് ചെയ്തിരിക്കുന്നതാകയാൽ നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഇമെയിൽ പറഞ്ഞ ആപ്പുകളിലേക്കും പോകും. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ യൂട്യൂബിലൂടെ ചിലർ സെർച്ച് ചെയ്യില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു സെർച്ച് എഞ്ചിനാണ് യൂട്യൂബ്. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യൂട്യൂബിൽ തന്നെ വരാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ ഹലോ എംബഡിങ് എന്നുള്ളത് അത് ഓഫ് ചെയ്തിടുക എന്നർത്ഥം. അതിന് നെക്സ്റ്റ് മേലെ ഉള്ള ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഹലോ എംബഡിങ് ഓണായി കിടക്കുമ്പോൾ നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോ സകല ആളുകളും കാണും. അപ്പോൾ 100 ആളാണ് കാണുന്നെങ്കിൽ ആകെ 10 ആളെ നമുക്ക് കിട്ടും. ഇതാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പം 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി 4ാമതൊരു ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സെർച്ച് എഞ്ചിനാണ് യൂട്യൂബ്. അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു സിനിമയെക്കുറിച്ചാണെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹാഷ്ടാഗുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ ഹാഷ്ടാഗ് കൊടുക്കുമ്പോഴുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ലോകത്തുള്ള കോടാനുകോടി ആളുകൾ യൂട്യൂബ് കാണുന്നു. അപ്പോൾ യൂട്യൂബിൽ ജസ്റ്റ് അവർ ഏതെങ്കിലും അവസരത്തിൽ ഒരു വീഡിയോ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ അവിടെ ലെൻസിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടാവുമല്ലോ യൂട്യൂബിലൊക്കെ.
അവിടെ വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യുക. അതായത് നമ്മളൊരു സിനിമ വേണമെന്നൊക്കെ എഴുതി കൊടുക്കുകയാണെങ്കിൽ, പഴയ സിനിമ, ഓൾഡ് സിനിമ, പുതിയ സിനിമ എന്നൊക്കെ എഴുതി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ കൈ വെക്കുമ്പോഴാണ് നമ്മളെ കീബോർഡ് തുറക്കുന്നത്. ഇതേപോലെ തന്നെ എല്ലാവരുടെ മൊബൈലും അവർ സെർച്ച് ചെയ്യും. ഈ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ സെർച്ച് ചെയ്യുന്ന സ്പെല്ലിങ്ങിൻ്റെ ആദ്യത്തെ അക്ഷരം നമ്മുടെ ഹാഷ്ടാഗിലുണ്ടെങ്കിൽ തീർച്ചയായും ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോയും അവരുടെ മൊബൈൽ പ്രത്യക്ഷപ്പെടും. ഇതിനുള്ള ചാൻസ് യൂട്യൂബ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ 500 ഹാഷ്ടാഗ് വരെ ഉപയോഗിക്കാറുണ്ട്. 500 എണ്ണം. അത് വിവിധ അക്കങ്ങളിൽ അത് അക്ഷരങ്ങളിൽ ആരംഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ആ വീഡിയോയെ പറ്റി നമ്മൾ അതിൽ പിന്നെ സിനിമയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ മമ്മൂട്ടി, പ്രധാനമായിട്ടും മമ്മൂട്ടി എന്ന് എഴുതി കഴിഞ്ഞാൽ മലയാള സിനിമ എന്ന് രണ്ടാമത്തെ ഹാഷ്ടാഗ് കൊടുത്തു. പിന്നെ സിനിമയെ പറ്റിയുള്ള എല്ലാ സ്പെല്ലിങ്ങുകളും നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചുരുങ്ങിയത് ഒരു 15 ഹാഷ്ടാഗുകളും നമ്മൾ ചെയ്യണം. അപ്പം മാത്രമേ ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും നമ്മുടെ വീഡിയോ അവർക്ക് കാണാനുള്ള ഒരു അവസരം യാദൃശ്ചികമായിട്ട് വരുള്ളൂ. ഇതിൽ പിന്നെ ഗൂഗിൾ മറ്റേത് യൂട്യൂബിനെ കുറ്റം പറയാൻ സാധ്യമല്ല. അവർക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമുക്ക് വ്യൂസ് കൂട്ടാൻ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും ഉപകാരപ്രദമായ ഒരു മെത്തേഡാണ് യൂട്യൂബ് സ്വീകരിക്കുന്നത്. അവിടെ നമ്മുടെയൊക്കെയാണ് ഫാൾട്ട്. നമ്മൾ തോന്നിയത് മുഴുവൻ എഴുതി, ഡിസ്ക്രിപ്ഷനിൽ വേറൊന്ന് എഴുതി, പറയുന്നത് വേറൊന്നാക്കി, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വീഡിയോകൾ ആരും തന്നെ ഇഷ്ടപ്പെടില്ല, ആരും തന്നെ സെർച്ച് ചെയ്യുകയുമില്ല. സെർച്ച് ചെയ്താൽ നമ്മളെ കിട്ടണം. അതാണ് പ്രധാനമായിട്ടും ഹാഷ്ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ യൂട്യൂബ് സെർച്ചിലൂടെ എങ്ങനെയാണ് ഈ യൂട്യൂബിന് വ്യൂസ് വരുന്നത് എന്ന് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ആ വീഡിയോ മറ്റുള്ളവർ കണ്ടിട്ട് ലൈക്ക് അടിക്കുക മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുകയും വേണമെങ്കിൽ ആ കണ്ടൻറ്റ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആവണം. അല്ലെങ്കിൽ അതായത് നിങ്ങളൊരു കഥയാണ് പറയുന്നത്, ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്, അത് ഏകദേശം ഒരു എപ്പിസോഡ് ഒരു 10 എണ്ണം അല്ലെങ്കിൽ 10 വീഡിയോ ഒരേപോലത്തെ ആണെങ്കിൽ കൂടി ഒരേപോലത്തെ കണ്ടൻ്റ് ആവാതെ ശ്രദ്ധിക്കുക, ഒരേപോലത്തെ കഥയാവാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. മറ്റൊരാൾ ചെയ്തിട്ടുള്ള വിഷയങ്ങൾ കോപ്പിറൈറ്റ് വരാൻ സാധ്യത വരുന്നു. മറ്റൊരാൾ ചെയ്ത വിഷയങ്ങളെന്ന് പറയുമ്പോൾ പാട്ട്, കഥ, അതുപോലെ തന്നെ ചിത്രരചന, മറ്റുള്ളവർ ചെയ്തിരിക്കുന്ന ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് അത് അവരുടെ അവകാശമാണ്, അത് നമ്മൾ എടുത്ത് പെരുമാറാൻ പാടില്ല എന്നതാണ് കോപ്പിറൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോപ്പിറൈറ്റ് യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ പിന്നെ മോണിറ്റൈസ്ഡ് ആയ ഒരു ചാനലാണെങ്കിൽ കൂടി ആ മോണിറ്റൈസേഷന് അർഹതയില്ലാത്ത വീഡിയോ ആയിട്ട് പിന്നെ യൂട്യൂബ് പരിഗണിക്കുന്നതാണ്. അതായത് അത് പിന്നീട് കാണിക്കില്ല എന്നർത്ഥം. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ആ റീസൺ അത് പിന്നെ കോപ്പിറൈറ്റ് കണ്ടൻ്റ് അടങ്ങിയതാണ് എന്ന് കാണാം. അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ പറഞ്ഞാൽ ഫുള്ളായി തീരില്ല. അതിനെപ്പറ്റി ഒരുപാട് ചെയ്യാനുണ്ട്, പറയാനുമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ക്രോമിൽ പോയിട്ടാണ് ക്ലിയർ ചെയ്യേണ്ടത്. ആ ക്രോമിലുണ്ടായിരിക്കും ആ വീഡിയോ. അവിടെ വെച്ചിട്ട് അത് ചെയ്യേണ്ട മെത്തേഡൊക്കെ എല്ലാ യൂട്യൂബേഴ്സും പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ സെർച്ച് എഞ്ചിൻ എന്താണ് എന്ന്. പ്രധാനമായ സെർച്ച് എഞ്ചിനാണ് ഈ നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ യൂട്യൂബേഴ്സിന് ആ കമ്പനിക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് പൈസ കിട്ടുക എങ്ങനെയാണെന്നൊരു ചോദ്യം ഒരാൾ ചോദിച്ചിരുന്നു. ചില ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നത് യൂട്യൂബ് തുടങ്ങി
ഒരു മാസത്തിൻ്റെ ഉള്ളിൽ 2 മാസത്തിനുള്ളിൽ ഒരാഴ്ചയുടെ ഉള്ളിലൊക്കെ പൈസ കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഒരുപാട് ആളുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് വന്നാൽ 1000 ആളെങ്കിലും സബ്സ്ക്രൈബേഴ്സായിട്ട് വന്നെങ്കിൽ മാത്രം രക്ഷപ്പെടുത്തുള്ളൂ. പിന്നെ പകുതി മോണിറ്റൈസേഷൻ എന്നൊരു പരിപാടിയുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞ് തരാം. ഇപ്പം പറ്റില്ല എന്ന് മാത്രം. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ ആവുക എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾ വേണം. അതിന് ക്രൈറ്റീരിയകൾ ഉണ്ട്. അതൊക്കെ നമ്മൾ ക്ലിയറായെങ്കിൽ മാത്രമേ യൂട്യൂബ് നമ്മെ പരിഗണിക്കുകയുള്ളൂ. അല്ലാതെ യൂട്യൂബ് എന്ന് പറയുന്നത് അല്പം ആളുകൾ ഇരുന്നിട്ട് നമ്മളെ ഈ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയൊന്നുമല്ല. അതൊരു സെർച്ച് എഞ്ചിനാണ് എന്നാദ്യം മനസ്സിലാക്കിക്കൊണ്ട് ഹാഷ്ടാഗ് കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ അതൊരു കാരണമാവണമെങ്കിൽ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ഉടൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യം: 1 ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇങ്ങനെ ഈ ഒരു യൂട്യൂബേഴ്സിന് നിങ്ങൾക്ക് സഹായിക്കാവുന്നതാണ്. നിങ്ങളുടെ ഒരു ക്ലിക്കിന് പിന്നെ 50 പൈസയെങ്കിലും ഒരു യൂട്യൂബേഴ്സിന് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു ക്ലിക്ക് ചെയ്യണം. ആ ക്ലിക്ക് സബ്സ്ക്രൈബ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ യൂട്യൂബേഴ്സിന് വളരെ ഉപകാരപ്രദമായിരിക്കും ഇത്തരം വീഡിയോകൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി നന്ദി, നമസ്കാരം.